ബഡ്ജറ്റ് വിലയിൽ വാങ്ങാൻ പറ്റിയ ഒരു മികച്ച നെക്ക് ബാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബോട്ടിൻ്റെ റോക്കേഴ്സ് 200 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 780 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. ഇത് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വാങ്ങാൻ കൊള്ളാമോ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കോളിങ്ങും ഒക്കെ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പാക്കിംഗ് തന്നെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കിലാണിത് വരുന്നത്. ബോക്സിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചറുകളായ ഡ്യുവൽ പെയറിങ്ങും അതുപോലെ തന്നെ ANC ടെക്നോളജിയും എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്ക് ബാൻഡ് കാണാൻ സാധിക്കും. കൂടാതെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ സ്റ്റിക്കറുകളും അതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലും ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഇയർ ടിപ്സും ഇതിനോടൊപ്പം വരുന്നുണ്ട്. നിങ്ങളുടെ ചെവിക്ക് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പല അളവിലുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വയറിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും അത്യാവശ്യം വലിയ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ആവറേജ് ക്വാളിറ്റി ഇതിനുണ്ട്. ഒരുപാട് പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇയർബഡ്സ് മാഗ്നറ്റിക് ആണ്, പക്ഷേ അതത്ര സ്ട്രോങ് ഒന്നുമല്ല. ഒരു നോർമൽ മാഗ്നറ്റ് ആണ് വരുന്നത്. കാതിൽ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുമുണ്ട്. ഇതിൻ്റെ മെറ്റൽ ഫിനിഷ് കാണാൻ നല്ല ലുക്കാണ്. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. കാതിൽ നിന്നും താഴെ വീഴില്ല. നല്ല ഫിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള അധികം സൗണ്ടൊന്നും കേൾക്കുകയുമില്ല. വലതുവശത്തായിട്ട് 3 ബട്ടണുകൾ നൽകിയിട്ടുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ പാട്ട് പ്ലേ ചെയ്യുന്നതിനും പൗസ് ചെയ്യുന്നതിനും ഒക്കെ ഇതിലൂടെ സാധിക്കും. ഓൺ ഓഫും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ എന്തെങ്കിലും കിടക്കുന്നു എന്നൊരു ഫീൽ ഇതിൽ തോന്നില്ല. അത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്കിത് കഴുത്തിലിട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിൽ വരുന്നത് ബ്ലൂടൂത്ത് 5.3 ആണ്. നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫോണുമായിട്ട് വളരെ പെട്ടെന്ന് ഇത് കണക്റ്റ് ആവുന്നുണ്ട്. പെയർ ചെയ്തപ്പോൾ തന്നെ ഫോണിൻ്റെ ബാറ്ററി 90% കാണിച്ചിരുന്നു. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10 mm ഡ്രൈവറുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അല്പം ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 70% വോളിയത്തിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടും. ബേസ് വളരെ വലിയ ബേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഉള്ള ബേസ് അത്യാവശ്യം വളരെ നല്ല പഞ്ചിങ് ആയിട്ടുള്ളൊരു ബേസ് തന്നെയാണ് കിട്ടുന്നത്. ഈ കോളിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ANC ടെക്നോളജിയാണ് വരുന്നത്. ബോട്ടിൻ്റെ ടെക്നോളജി ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഔട്ട്ഡോറിൽ നിന്നും ഇൻഡോറിൽ നിന്നും ഒക്കെ കോൾ ചെയ്ത് നോക്കി. ഔട്ട്ഡോറിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. കോളിംഗ് പർപ്പസിനായിട്ട് നെക്ക് ബാൻഡ് തിരിയുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോഴോ ഒക്കെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന കാര്യം പലർക്കും ഡൗട്ടാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിൽ നോയിസ് ക്യാൻസലേഷൻ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വാഹനങ്ങളുടെ ബഹളമൊന്നും അപ്പുറത്തുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇനി ജിമ്മിൽ പോകുന്നവരോ എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ IPX5 റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വിയർപ്പും മഴത്തുള്ളികളും ഒന്നും ഇതിനെ ബാധിക്കില്ല. ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. എങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ പോലും സുഖമായിട്ടൊരു 2 ദിവസം വരെയൊക്കെ ഇതിൽ ചാർജ് കിട്ടും. ഇനി ചാർജ് തീർന്നു പോയാലും പേടിക്കേണ്ട കാര്യമില്ല. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ വരെ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ബീറ്റ്സ് മോഡും ഇതിൽ നൽകിയിട്ടുണ്ട്. 60 ms ലോ ലേറ്റൻസി വരുന്നത് കൊണ്ട് തന്നെ ഡിലേ ഒന്നും ഉണ്ടാകില്ല. 800 രൂപ റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു നെക്ക് ബാൻഡ് തന്നെയാണ്. ഇതൊരു പഴയ മോഡലാണെങ്കിൽ പോലും 2026 നിങ്ങൾക്കിത് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. 800-നും 900-നും ഇടയിൽ ഇതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നത് വാങ്ങാവുന്നതാണ്. ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.